ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് ജോർജറ്റില് നമ്മൾ ഒരു നല്ല എന്താ പറയാ ഒരു സിൽക്കി ബ്രോക്കൈഡ് വെച്ചിട്ടുള്ള ഒരു യോക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നല്ലൊരു ഗ്രേപ്പ് കളറാണ് കേട്ടോ, ഡാർക്ക് ഗ്രേപ്പ് കളർ, എല്ലാവർക്കും നല്ല സ്യൂട്ട് ആവുന്ന കളറാണ്. അതിനകത്തോട്ട് നമ്മൾ ഷർട്ട് കോളർ പാറ്റേൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു യോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലൊരു ബക്കറ്റ് ഷേപ്പ് യോക്കാണ് കൊടുത്തേക്കുന്നത്, സിമ്പിൾ ആയിട്ട്. എന്നിട്ട് സ്ലീവിലോട്ടും നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ യോക്കാണ് അതിന്റെ ഹൈലൈറ്റ്. ഏറ്റവും ഒരു സിൽക്കി മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇതിനകത്ത്. പിന്നെ സെയിം ടോൺ തന്നെ ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് നമ്മൾ സ്പെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ ആണ് ഫസ്റ്റ് തന്നെ. ഞാൻ ക്ലോസ് ആയിട്ട് ഇതിന്റെ നെക്ക് പാറ്റേൺ കാണിച്ചു തരാം. പിന്നെ ഇതുപോലെ തന്നെ ക്ലോസ് നെക്കിൽ വേറെ ഒരെണ്ണം ഹൈ നെക്കിൽ ഒരു പാറ്റേണും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ നെക്കിന്റെ ക്ലോസ് ആയിട്ട് വരുന്നത് കേട്ടോ. ആ ബ്രോക്കേഡ് കണ്ടോ, ഞാൻ ക്ലോസ് പിക്ക് ഇട്ടുതരാം. ഇതുപോലെ അങ്ങനെ രണ്ട് പാറ്റേൺസിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ടോപ്പ് ബോട്ടം ദുപ്പട്ട വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി. ബോട്ടം ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ, കാരണം ജോർജറ്റും കോട്ടൺ മെറ്റീരിയലും തമ്മിൽ നമുക്ക് എപ്പോഴും അത്ര സ്യൂട്ടായിട്ട് കിട്ടൂല. ടോപ്പ് ഓൺലി വേണം എന്നുള്ളവർക്ക് ഇതേപോലെ ഉണ്ടാവും, ദുപ്പട്ട കൂടെ വേണം എന്നുള്ളവർക്ക് ഇതേപോലെ ഉണ്ടാവും. പിന്നെ ഈ ഒരു പാറ്റേൺ ഞാൻ വേറെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഹൈ നെക്ക് വെച്ചിട്ട് ഇതേപോലെ ക്ലോസ് നമ്മൾ ഫുള്ളി ഹുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഹാഫ് ഇത് ഓപ്പൺ ചെയ്തിട്ടും യൂസ് ചെയ്യാം ഇതുപോലെ. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ ദുപ്പട്ട സെയിം ടോൺ തന്നെ പെയർ ചെയ്തിട്ടുണ്ട്. സ്ലീവിൽ ബോർഡർ വെച്ചിട്ടുണ്ട്. വിത്തൗട്ട് ദുപ്പട്ടയും ഇതുപോലെ പെയർ യൂസ് ചെയ്യാവുന്നതാണ്. ദുപ്പട്ട ഇങ്ങനെ ഉണ്ടാവും. ഞാൻ നേരത്തെ വെയർ ചെയ്തതിന്റെ നെക്ക് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് നേരത്തെ വെയർ ചെയ്തത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ രണ്ട് പാറ്റേൺസ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.